സോദരന്മാരെ. അടുക്കള പണിയുടെ അലച്ചിലും നഴിക്കാനായി ഒഴിച്ചിലും നടത്തണ സോദരിമാരെ. മനസ്സു തുറന്നു ചിരിച്ചിടുവാൻ കോമഡി വേണോ? നിങ്ങളുടെ പിരിമുറുക്കം കുറച്ചിടുന്ന പാരഡി വേണോ? മനസ്സു തുറന്നു ചിരിച്ചിടുവാൻ കോമഡി വേണോ? നിങ്ങളുടെ പിരിമുറുക്കം കുറച്ചിടുന്ന പാരഡി വേണോ? അച്ഛനും അമ്മയും മക്കളും ഒന്നിച്ച് ടിവിക്ക് മുമ്പിലിരിക്കണ നേരത്ത് നെറ്റി ചുളിക്കാതെ ചാനല് മാറ്റാതെ പൊട്ടിച്ചിരിച്ചിടണം. അത്തരമേൽത്തരം സഭ്യതയുള്ള തമാശകൾ കേട്ടിട്ട് പൊട്ടിച്ചിരിക്കുവാൻ കൗമുദി ടിവി ഒരുക്കുന്ന ഞങ്ങളുടെ കോമഡി കാണാം. നിങ്ങളുടെ ബോറടി മാറ്റാം. 5 minutes fun star. ചുങ്കൽ ജ്വല്ലറി 5 minutes fun star. 5 minutes fun star. കൗമുദി ടിവിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ശിവരാത്രി ആശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് ആരംഭിക്കാം ചുങ്കൽ ജ്വല്ലറി 5 minutes fun star. ഇന്ന് ശരിക്കും പറഞ്ഞ ഒരു സ്പെഷ്യൽ എപ്പിസോഡാണ്. മത്സരങ്ങളെല്ലാം നമ്മൾ മാറ്റിവെച്ച് നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് ഇന്ന് ശിവരാത്രി അടിച്ചു പൊളിക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് നമുക്ക് നമ്മുടെ സ്പെഷ്യൽ ജഡ്ജസിനെ സ്വാഗതം ചെയ്യണ്ടേ? സ്വാഗതം ചെയ്യാം KS പ്രസാദ്, നാദിർ ഷാ ആൻഡ് ബിജുകുട്ടൻ. ആഹാ, പ്രസാദ് ഏട്ടാ ഗംഭീരമായിരിക്കുന്നു. ഇന്ന് ശിവരാത്രി അല്ലേ? അതെ. അപ്പൊ മുണ്ടുടുത്തങ്ങ് ആഘോഷിക്കാന്ന് തീരുമാനിച്ചു. മനോഹരമായിരിക്കുന്നു, വളരെ നന്നായിരിക്കും, നല്ല ഐശ്വര്യം. സുബേ, ഞങ്ങളോട് പറയാണ്ട് എടുത്തിട്ടും വന്നാൽ ഞങ്ങൾ എടുത്തിട്ടും അത് ഞാൻ പറഞ്ഞു വരുന്നേ ഉള്ളൂ. നമ്മളെ ആരെയും അറിയിച്ചില്ല. നമ്മളെല്ലാവരും നോർമൽ ആയിട്ടുള്ള ഡ്രസ്സിങ്ങിൽ അങ്ങ് സാധാരണ പോലെ പോന്നു. പ്രസാദ് ഏട്ടനും ഇതിന്റെ ഡയറക്ടർ കിഷോറും കൂടിയുള്ള എന്തോ ഒരു അവിഹിത ബന്ധത്തിന്റെ പുറത്താണ് ഇങ്ങനെയൊരു അവിഹിത ബന്ധമല്ല, ഒരു ഒത്തുകളിയുടെ പിന്നാങ്കളിയുണ്ട്. പിന്നാങ്കളി നടക്കുന്നുണ്ട് ഇതിന്റെ ഇടയിൽ. കസവും മുണ്ടും ഇതൊക്കെ എടുത്തു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ ഭയങ്കര ലുക്കായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് കിഷോർ പറഞ്ഞെന്ന് എനിക്ക് തോന്നുന്നില്ല, വേറെ ആരോ പറഞ്ഞിട്ടുണ്ടാവണം. അറിയില്ല, നമുക്ക് പ്രൊഡ്യൂസർ പറഞ്ഞോ ഡയറക്ടർ പറഞ്ഞോന്നൊന്നും അറിയില്ല. നമ്മളെ അറിയിച്ചിരുന്നെങ്കിൽ ഞാനൊരു സെറ്റ് മുണ്ട കൊടുത്ത് ഒരു പെൺകുട്ടിയായിട്ട് എന്തെങ്കിലും വരില്ലായിരുന്നോ? എനിക്ക് എന്നെ കുറിച്ച് നല്ല കോൺഫിഡൻസ് ഉണ്ടല്ലേ. അത് എന്തൊക്കെ പറയുന്നത് ശരിയാണ്. ഞാൻ ഈ പ്രസാദ് മുണ്ട് ഉടുത്തുന്ന കാണുമ്പോൾ എനിക്ക് വേറൊരു നടന്റെ കാര്യം ഓർമ്മ വന്നു. ഞങ്ങൾ മുമ്പൊരു സ്റ്റേജിൽ ഡൽഹിയിലൊരു സ്റ്റേജ് ഷോന് പോയപ്പോൾ സ്റ്റേജ് ഷോന് അല്ലെങ്കിൽ സ്റ്റേജിനെ ഇത്രയും ബഹുമാനിക്കുന്ന ഒരു നടൻ സാധാരണഗതിയിൽ ഒരു ആർട്ടിസ്റ്റും ചെയ്യാത്ത ഒരു കാര്യം നമ്മുടെ സുരേഷ് ഏട്ടൻ ചെയ്തു, സുരേഷ് ഗോപി. കാരണം ഞാനും കോട്ടയം നസീറും കൂടി ഒരു മിമിക്രി ഐറ്റം കാണിക്കാൻ വേണ്ടിയിട്ട് കോട്ടയം നസീർ കരുണാകരൻ സാറും ഞാൻ നയനാർ സാറിൻ്റെ വേഷം കെട്ടിയിട്ട് അവിടെ മിമിക്രി ഐറ്റം കളിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് നസീർ കയറി, ആദ്യം കരുണാകരൻ സാറിൻ്റെ വേഷം കെട്ടിയിട്ട് കയറി. തൊട്ട് പുറകെ എനിക്ക് കയറണം. ഞാൻ നോക്കിയപ്പോൾ ഞാൻ പാട്ട് പാടാൻ നേരത്തെ ഒരു മുണ്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഐറ്റം കളിക്കാൻ കയറാൻ. എല്ലാം കറക്റ്റ്. അതൊക്കെ ഇദ്ദേഹത്തിൻ്റെ ക്ലാസ്സാണ് കേട്ടോ. ഇദ്ദേഹത്തിൻ്റെ ശിക്ഷണത്തിൽ ഞങ്ങൾ പണ്ട് മിമിക്രി ചെയ്യുമ്പോൾ എല്ലാ സാധനങ്ങളും എടുത്തു വെച്ച് കയറണം എന്നൊക്കെ ഉള്ളൊരു ഇതൊക്കെ പറഞ്ഞു. അതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കോട്ടയം നസീറിന് ആ ക്ലാസ് കിട്ടിയിട്ടില്ല. നസീർ ഞാൻ എടുത്ത് വെച്ചേക്കുന്ന സാധനം എടുത്തിട്ട് ഉടുത്തോണ്ട് കയറി. ഞാൻ ഈ വന്നിപ്പോൾ മുണ്ട് തപ്പിയിട്ട് കാണില്ല. അതൊന്ന് നോക്കിയപ്പോൾ ഗസ്റ്റായിട്ട് അന്ന് ചീഫ് ഗസ്റ്റാണ് സുരേഷ് ഏട്ടൻ. സുരേഷ് ഏട്ടൻ ഇങ്ങനെ വലിയ വീതിയുള്ള കസവിൻ്റെ മുണ്ട കൊടുത്തിട്ട് ഇങ്ങനെ വന്നിരിക്കുകയാണ്. കസവിൻ്റെ അതുപോലത്തെ തിളങ്ങുന്ന ഷർട്ടൊക്കെ, ഇതുപോലെ കൂതറ ഷർട്ടല്ല, അല്ല നല്ല മുണ്ട്. ക്ലാസ് കിട്ടിയത് എൻ്റെ അടുത്താണല്ലോ അല്ലേ? ഓക്കെ, ഇനി ബാക്കി പറയാം. അപ്പോൾ എനിക്കിട്ട് തന്നെ ഇത് പറയണം. അപ്പോൾ തിളക്കത്തെ ഷർട്ടൊക്കെ ഇട്ടിട്ട് സുരേഷ് ഏട്ടൻ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ സ്റ്റേജിൻ്റെ സൈഡിൽ അദ്ദേഹം കയറിയിട്ടില്ല സ്റ്റേജിൽ. ആ സമയത്താണ് ഞാൻ ഈ മുണ്ട് തപ്പിയിട്ട് കിടന്ന് ഓടി പറഞ്ഞത്. ഞാൻ സുരേഷ് ഏട്ടൻ നോക്കിയപ്പോൾ കുറച്ച് നേരം ഞാനിങ്ങനെ എന്ത് ഞാൻ പറഞ്ഞ ഐറ്റത്തിന് കയറണം. നസീർ അവിടെ നിന്നിട്ട് നയനാട് എവിടെ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് നയനാട് കയറേണ്ട, ബാക്കിയുള്ള സാധനങ്ങളൊക്കെ റെഡി. സുരേഷ് ഏട്ടൻ ആ മുണ്ട കഴിച്ചിട്ട് നേരെ എനിക്ക് തന്ന്. ഈ 6 അടി പൊക്കമുള്ള മനുഷ്യൻ്റെ മുണ്ട് എടുത്തിട്ട് ഞാനും എടുത്തിട്ട് എൻ്റെത് ഇവിടം വരെ കൊടുക്കാം. പുള്ളിയുടെ കർച്ചീഫ് എന്നാലും മതിയായിരുന്നു എനിക്ക് കയറാനായിട്ട്. പക്ഷേ ഞാനിത് ഉടുത്ത് വാരി വലിച്ച് കുത്തി എവിടെയൊക്കെ കുത്തി വെച്ചിട്ട് കയറി ചുരുട്ടി കുത്തിയിട്ട് സ്റ്റേജിൽ. ബാക്കി ഇവിടെ ബാക്കിൽ നടന്ന സംഭവം വെച്ചാൽ സുരേഷ് ഏട്ടൻ ഈ ഷർട്ടാണ് കേട്ടോ. സുരേഷ് ഏട്ടൻ ഇത് കഴിഞ്ഞപ്പോൾ തന്നെ ഇങ്ങനെ മറച്ചു വെച്ചിട്ട് ഒരു ഓട്ടോ ഓടി അവിടെ ബാക്കിൽ മറന്നു നിന്ന്. ഇവിടെ കംപ്ലീറ്റ് ലേഡീസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സുരേഷ് ഏട്ടൻ വളരെ സേഫാണെന്ന് പറഞ്ഞിട്ട് മറന്ന് നിന്ന സമയത്താണ് നോക്കിയപ്പോൾ ഫുൾ ഗ്ലാസ്സാണ്. ഗ്ലാസ് ഇട്ടാണ് റൂമിലാണ് മിറർ. കാണേണ്ട കാഴ്ചകളൊക്കെ എല്ലാവരും കണ്ടു. പക്ഷെ അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റേജിനെ ബഹുമാനിച്ചിട്ട് സ്റ്റേജിൽ ഒരു ആർട്ടിസ്റ്റിന് അത്യാവശ്യം വന്നപ്പോൾ വളരെ സൂപ്പർ സ്റ്റാറായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി ഒരു മുണ്ട് അഴിച്ച് തന്ന് സ്റ്റേജിൽ കയറ്റിയാണ്. അപ്പോൾ ഈ മുണ്ട്, കസവ് മുണ്ട്, പ്രത്യേകിച്ച് കസവ് മുണ്ട് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ കാര്യം എന്താണെങ്കിലും സ്റ്റേജിൽ കാണുമ്പോൾ ഓർമ്മ വരും. അദ്ദേഹത്തെ തീർച്ചയായിട്ടും സുരേഷ് ഏട്ടന് വളരെ ഒരു നന്ദി ഈ അവസരത്തിൽ ഞങ്ങൾ എല്ലാവരും പറയുന്നു, മിമിക്രിക്കാർ എന്ന നിലയിൽ. ഓക്കെ, ഇനി ശിവരാത്രിയെ കുറിച്ച് എന്താണ് നാദർഷക്ക് പറയാനുള്ളത്? ഞാൻ ആലുവക്കാരനാണല്ലോ. ആലുവ ഏലൂർ തൊട്ടടുത്ത് ശിവരാത്രി ആഘോഷങ്ങൾ ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്ന നമ്മളാണ്. അവിടെ ആലുവ ശിവരാത്രി മണപ്പുറത്ത്. ഈ ശിവരാത്രി മണപ്പുറത്ത് ഞങ്ങൾ ഒരു ദിവസം ഈ ദിലീപ് സ്റ്റാറായതിനു ശേഷം പോയി.
സൂപ്പർ സ്റ്റാർ ആയതിനു ശേഷം ദിലീപ് പറഞ്ഞു എടാ നമുക്ക് ഈ അതിൻ്റെ പുഴയുടെ തൊട്ടിപ്പുറത്താണല്ലോ ദിലീപിൻ്റെ വീട്. അപ്പോൾ ഇങ്ങനെ കുറേ നേരം നോക്കി നിന്നപ്പോൾ എടാ ഈ പഴയ ശിവരാത്രി മണപ്പുറത്ത് ഒന്ന് പോകണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. ഞാൻ പറഞ്ഞു പോകാലോ, അതിനെന്താ. പക്ഷെ നമ്മളവിടെ ചെന്ന് തിരിച്ചറിയില്ലേ. ഞാൻ പറഞ്ഞു ഓക്കെ നീ ഒരു പണി, നീ മുണ്ടൊക്കെ കൊടുത്തു. അങ്ങനെ മുണ്ടൊക്കെ കൊടുത്ത് ഇവിടെ മടക്കി കുത്തിയൊക്കെ ഇട്ട് കള്ളി മുണ്ടൊക്കെ കൊടുത്ത് മുഖമൊക്കെ പൊടി അടിക്കാതിരിക്കുക എന്നുള്ള ധാരണയിൽ വലിച്ചു കെട്ടി മറിച്ച് തോർത്തൊക്കെ ആയിട്ട് മറിച്ച് കെട്ടിയിട്ട് ഞാനും മറിച്ചു. കാരണം എന്നെ കൂടെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെങ്കിലും ദിലീപാണെന്ന് മനസ്സിലാവും. അതിൻ്റെ പേരിൽ ഞങ്ങളെല്ലാവരും ഒരു സംഘം ഇങ്ങനെ മറിച്ച് മുഖമൊക്കെ മറിച്ച് കല്ലുകൊണ്ട് കൊടുത്തിട്ട് അതിൽ ശിവരാത്രി മണപ്പുറത്ത് കൂടി നടന്നപ്പോൾ ഇവൻ 10 രൂപയുടെ കൈനോട്ടക്കാരൻ്റെ അടുത്ത് എടുത്തിട്ട് കൈ നോക്കി കഴിഞ്ഞപ്പോഴേക്കും ദിലീപ് വെച്ച് എൻ്റെ ഭാവി എന്ന് പറയുമെന്ന് വെച്ച് ദിലീപ്. അപ്പോൾ ഇയാളിങ്ങനെ കുറച്ച് നേരം നോക്കി നിന്നിട്ട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം പറഞ്ഞു എനിക്ക് സിനിമയിൽ അഭിനയിക്കണം നടക്കും. അപ്പോൾ ജീവിതത്തിൽ നടക്കില്ല, ഒരിക്കലും നടക്കില്ല. സിനിമയിൽ അഭിനയിക്കലും നടക്കില്ല, നിങ്ങൾക്ക് ഗൾഫിൽ ജോലിക്ക് പോയാൽ മതി, അതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ദിലീപിൻ്റെ അടുത്ത് വെച്ചേടാ ഞാൻ ഈ തെണ്ടിനെ ഞാൻ ഞെട്ടിക്കട്ടെ. ഞാൻ പറയുന്നത് ഞാൻ ഈ സാധനങ്ങൾ അയച്ചു മാറ്റി ഇയാളെ ഞെട്ടിക്കട്ടെ. ഞാൻ പറഞ്ഞത് അയക്കണ്ട, കാരണം നിന്നെ മനസ്സിലായില്ലെങ്കിൽ നീ തന്നെ ഞെട്ടും പിന്നെ തിരിച്ച്. അഴിച്ചിട്ട് ഇയാൾക്ക് മനസ്സിലായില്ലെങ്കിൽ. ശിവരാത്രിയുടെ കഥ, അതിൻ്റെ ഐതിഹ്യം എന്താണെന്നറിയാമോ? അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഞങ്ങൾ കുഴഞ്ഞു പോകും. അറിയില്ല. തലക്ക് മൂത്താൾ തന്നെ പറ. ഇതല്ലട്ടാ ഞാൻ ഉദ്ദേശിച്ചത്. ജനങ്ങൾക്ക് മനസ്സിലാവും അത് തലക്ക് മൂത്തെന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും തെറ്റിദ്ധരിക്കുന്നില്ല. മനസ്സിലായില്ലേ? അതായത് പണ്ട് പാലാഴി കടഞ്ഞ ഒരു കഥ കേട്ടിട്ടുണ്ടോ? അസുരന്മാരും ദേവന്മാരും കൂടെ അമൃത് കിട്ടാൻ വേണ്ടി. എന്തിനു വേണ്ടിയാണ് പാലാഴി കടഞ്ഞതെന്നറിയാമോ? അമൃത് കിട്ടാൻ വേണ്ടിയാണ് പാലാഴി. അത് പാൽക്കടലാണ് ഈ പാലാഴി എന്ന് പറഞ്ഞാൽ. അത് കടഞ്ഞ് ഇത് എന്താണ് സങ്കല്പിച്ചത്? ഒരു കടക്കോൽ എന്ന് പറയുന്നൊരു സാധനമുണ്ട്. ഈ കടക്കോൽ വെച്ചാണ് പാലാഴി കടയുന്നത്. കടക്കോലിന് പകരം എന്താണ് ഉപയോഗിച്ചതെന്ന് അറിയാമോ? അത് ഈ മന്ദരപർവ്വതം. അപ്പൊ അറിയാം, മന്ദരപർവ്വതം വെച്ചാണ് ഈ നമ്മുടെ പാലാഴി കടഞ്ഞത്. നമുക്ക് അമൃത് കിട്ടാൻ വേണ്ടി പണ്ട് അസുരന്മാരും ദേവന്മാരും കൂടെ കടഞ്ഞ ഒരു കഥ. അതാണ് ഇതിന്റെ തുടക്കം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കയറിട്ട് വേണം ഇതിന് കെട്ടാൻ. അപ്പൊ ആ കയറിന് പകരം പാമ്പ്. ആ പാമ്പെന്ന് പറഞ്ഞ ഏതാണെന്നറിയുമോ? അത് ഈ സർപ്പങ്ങളുടെ രാജാവായ വാസുകി എന്ന് പറയുന്ന പാമ്പ്. ഈ പാമ്പിനെ വെച്ചാണ് ഇവർ പാലാഴി കടഞ്ഞത്. കടഞ്ഞു കഴിയുമ്പോൾ പെട്ടെന്ന് ഈ സർപ്പം വായിൽ നിന്ന് വിഷം. ഏത് വിഷമാണെന്നറിയുമോ? അത് കാളകൂട വിഷം. ഈ വിഷത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ വിഷം താഴെ വീണ് കഴിഞ്ഞാൽ, ഭൂമിയിൽ വീണ് കഴിഞ്ഞാൽ ഭൂമി ഭസ്മമായി പോകും. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ പരമശിവൻ ഉടൻ തന്നെ ആ വിഷം കയ്യിലങ്ങ് എടുത്തു. കാരണം ഇത് താഴെ വീണ് ഭൂമി നമുക്ക് തകർക്കാൻ പറ്റില്ലല്ലോ. അതിന് പരമശിവൻ ഇതങ്ങോട്ടും വിഴുങ്ങി ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ പാർവതി ദേവി സ്വന്തം ഭാര്യ ഓടി വന്ന്, കാരണം ഇത് അകത്തോട്ട് ഇറങ്ങിപ്പോയാൽ പരമശിവൻ പ്രശ്നം. അപ്പം ഇറങ്ങാതിരിക്കാൻ ഓടി വന്ന് കണ്ടത്തിൽ ഇങ്ങനെ പിടിച്ചു. പ്രോഗ്രാം കഴിയുമ്പോൾ എല്ലാവരും പിടിക്കും പോലെ. നാദിർഷ എപ്പോഴും നാദിർഷയുടെ കാര്യം പറയും, ഞങ്ങൾ വേറെ കാര്യം പറയുന്നത് നാദിർഷ. അപ്പം പിന്നെ ഇത് താഴത്തേക്ക് ഇറങ്ങിയില്ലെങ്കിൽ പിന്നെ പരമശിവന്റെ വായിൽ നിന്ന് ഇത് പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഭൂമി നശിക്കും. അപ്പൊ ദേവന്മാരെന്ത് ചെയ്തു? ഓടി വന്ന് വായ അങ്ങോട്ട് പൊത്തി. അങ്ങനെ ഒരു ദിവസം ഒരു രാത്രി മുഴുവൻ ഇത് ഇവിടെ ഇങ്ങനെ പിടിച്ചിരുന്നു പാർവതി ദേവി, ഇവിടെ ഇങ്ങനെ പിടിച്ചു. അങ്ങനെ അന്ന് ഈ വിഷം ഇവിടെ പാർവതി ദേവനെ കൊണ്ട് ഇറക്കാനും പറ്റാനുള്ള, ദേവന്മാരെ കൊണ്ട് തുപ്പാനും പറ്റാനുള്ള. അങ്ങനെ ഇതിവിടെ വിഷം ഇവിടെ കിടന്ന് ഒരു നീല നിറമായി. അങ്ങനെയാണ് പരമശിവന് നീലകണ്ഠൻ എന്ന പേര് വന്നത്. അത് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മളെല്ലാവരും ഒരു ദിവസം ഉറക്കം വിളക്കുന്നത്. ശങ്കര എന്നുള്ള പാട്ടില്ലേ നമ്മുടെ, അത് ശിവരാത്രി ശിവനുമായിട്ട് ബന്ധപ്പെട്ട. അങ്ങനെ ആ പാട്ടിന് സാധാരണ എല്ലാ ഗാനങ്ങൾക്കും ഞാൻ ആദ്യം പാടുന്ന പാട്ടത്. ഫസ്റ്റ് എൻ്റെ ഇൻട്രൊഡക്ഷൻ സോങ് അതാണ്. ഇത് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ സ്റ്റേജിൽ എൻ്റെ ഫസ്റ്റ് ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ ഒരു അംഗീകരിച്ച്, അതായത് നമ്മളൊരു കലാകാരനാണെന്ന് അംഗീകരിക്കുകയും നാട്ടിൽ നമ്മളുടെ പേര് അറിയപ്പെടുകയും ചെയ്യാം, അത് ഈ ഗാനത്തോടുകൂടെ. അതുകൊണ്ട് ആ സ്നേഹമാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ സ്റ്റേജിലും നമ്മൾ പാട്ട് പാടുന്നത്, ഈ ശങ്കര എന്നുള്ള പാട്ട്. അപ്പം ശിവരാത്രിയായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ശിവനുമായിട്ട് ബന്ധപ്പെട്ട് പലപ്പോഴും അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ തീർച്ചയായിട്ടും ഈ പാട്ട് പാടുമ്പോൾ എനിക്ക് വളരെയധികം ആ ഒരു വല്ലാത്ത അങ്ങനെ ഒരു ഫീൽ കിട്ടാറുണ്ട്. പഴയ ഓർമ്മയും നമുക്ക് വരും അല്ലേ? അതെ, എനിക്കും അതുപോലെ തന്നെ ഒരു ഓർമ്മയുണ്ട്. കാരണം കലാഭവന്റെ ബാലഗാനമേള എന്ന് പറയുന്നൊരു ഗാനമേളയുണ്ട്. ശരിക്കുമുള്ള ഓർക്കസ്ട്ര അല്ലാതെ ബാലഗാനമേള. അന്ന് കീബോർഡൊന്നും ഇല്ല. അന്ന് ഇതിനകത്തൊരു കൊടുങ്കാറ്റിന്റെ ശബ്ദം ഉണ്ടല്ലോ. ഈ കൊടുങ്കാറ്റ് ഇടിവെട്ടും മഴയും വരുമ്പോൾ ഡ്രംസ് വായിക്കും, അതോടൊപ്പം ഞാനാണ് വായ കൊണ്ട് കൊടുങ്കാറ്റിന്റെ ശബ്ദം ഇടുന്നത്. അങ്ങനെ അന്ന് അതിനൊക്കെ വലിയ കൈഡി കിട്ടി. ഇപ്പൊ ഒന്ന് കാണിക്കാം, ജസ്റ്റ് കൊടുങ്കാറ്റ്. പക്ഷെ ഈ കാറ്റിന്റെ കൂടെ ഡ്രംസും എല്ലാം വായിക്കും. ആ ഒരുമിച്ച് വായിക്കുമ്പോൾ ഇടിവെട്ടും മഴയൊക്കെ വൃത്തിയോട് മാറി കിട്ടും.
അപ്പോൾ നല്ലൊരു ദിവസമായിട്ട് നമ്മളെല്ലാവരും ശിവരാത്രിയായിട്ട് നമ്മളെല്ലാവരും ഒരുമിച്ചുണ്ട്. മിക്കവാറും തന്നെ 4 പേരും 4 ദിക്കിൽ 4 സ്റ്റേജിലായിരിക്കും. പക്ഷേ ഇന്നൊരു നല്ല ദിവസമായിട്ട് നമ്മളെല്ലാവരും ഒരുമിച്ചുള്ളതിൽ എൻ്റെ സന്തോഷം കൂടി ഞാൻ അറിയിക്കുകയാണ്. എനിക്കതിൽ തീർച്ചയായിട്ടും ഞാനാണ് ഏറ്റവും കൂടുതൽ ഈ കൂട്ടത്തിൽ ഭാഗ്യവതി എന്ന് തോന്നുന്നു വെച്ചാൽ ഇത്രയും മികച്ച ആർട്ടിസ്റ്റുകളോടൊപ്പം നിൽക്കാൻ സാധിച്ചത് തന്നെ എൻ്റെ ഒരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. ഗുരുതുല്യരായിട്ടുള്ള ആൾക്കാരാണ് കൂടെ ഉള്ളത്. അപ്പോൾ നമുക്ക് ഐശ്വര്യമായിട്ട് തുടങ്ങാം അല്ലേ? സുബി, വേറെ കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പാട്ടിന് ഒരുപാട് ബ്രീത്ത് വേണ്ട പാട്ടാണ്. ശങ്കര എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുറച്ചു നേരമൊക്കെ നമ്മൾ ബ്രീത്ത് പിടിക്കേണ്ട പാട്ട്. ഇങ്ങനെ പറഞ്ഞ് സംസാരിച്ചെന്ന് അപ്പം തന്നെ തുടങ്ങാൻ പറഞ്ഞാൽ എനിക്കത് ബുദ്ധിമുട്ടാണ്. ഒരു ബ്രേക്ക് എന്നിട്ട് തുടങ്ങിയപ്പോരെ. ഓക്കെ, അപ്പോൾ ഇക്കയ്ക്ക് കുറച്ചൊന്ന് ബ്രീത്ത് കിട്ടാൻ വേണ്ടി നമുക്ക് ചെറിയൊരു ബ്രേക്ക് എടുക്കാം. ചുങ്ക ജ്വല്ലറി 5 minutes 1 സ്റ്റാറിൽ ഇനിയൊരു ഷോർട്ട് ബ്രേക്ക്. ചുങ്ക ജ്വല്ലറി 5 minutes 1 സ്റ്റാർ. ശങ്കര നാദ ശരീര വേദവിഹാര ജീവേശ്വര ശങ്കര നാദ ശരീര പരാ വേദവിഹാര ജീവേശ്വര ശങ്കര